രണ്ടാഴ്ച പുറത്തായിരുന്നു. ആയിരുന്നല്ലേ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു മൊത്തത്തിൽ. ഞാൻ അറിഞ്ഞു, മൊത്തത്തിലൊക്കെ അറിയില്ല, അതെല്ലാം നമുക്ക് സംസാരിക്കേണ്ട വിഷയമുണ്ടാ? അതൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു. മാക്കിന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു നമ്മള്. ഷേക്കിന്റെ അടുത്ത് നമ്മളെല്ലാം സംസാരിച്ച് തീർത്തായിരുന്നു. അതെ അതെ അതെ, വെറുതെ ഇത് പ്രശ്നമാക്കാൻ വേണ്ടി കുറെ ആള് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അതായത് ഇവർക്കാണ് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതൽ. അല്ല ഷമീറ, ഞാൻ ഒരു കാര്യം ഞാൻ ഷമീറിന്റെ അടുത്ത് പറയുന്നതുകൊണ്ട് ഷമീർ ഇത് ആ സെൻസിൽ തന്നെ എടുക്കണം കേട്ടാ. കാരണം ഞാൻ ഇതായിട്ട് ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുക. അതുകൊണ്ട് വെച്ചാൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ നിങ്ങളുടെ MRC ഫാമിലിയിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് കുറെ മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നമാണ് ട്രിഗർ ആവണം. അല്ലാതെ ഇത് MRCയോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അല്ല. ഇതാണ് പ്രശ്നം. ഇത് തമ്മിലുള്ള ആൾക്കാർ തമ്മിലുള്ള പഴയ പ്രശ്നങ്ങൾ പെട്ടെന്ന് ട്രിഗർ ആവുന്നതാണ് പ്രശ്നം. ഞാനിത് ഇവിടെ ഷമീർ മാക്കിനോട് ചോദിച്ചാൽ മതി. ഇവിടെ ഗ്യാങ് നിങ്ങൾ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഞാനിത് മാക്കിനോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇങ്ങനെ ആവാനൊരു ചാൻസ് ഉണ്ട്, അപ്പൊ നമുക്കത് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തമ്മിൽ മുട്ടൻ അടിയാവുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ അതൊരു വലിയ ശോകമാവും. അതുകൊണ്ടാണ് ഞാൻ അന്നോട്ടെ മാക്കിനോട് ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ ടിവിയെക്കായാലും ഇങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലല്ലോ. അതെ അതെ, ഇത് ഇങ്ങനെ സംഭവിച്ചു പോണതാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഷമീറെ, ഈ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഷമീറിന് MRC ഫാമിലി എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെയാണ് എനിക്ക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ TV എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഇവർക്ക് വേണ്ടിയേ സംസാരിക്കുള്ളൂ, ഞാൻ വേറെ ആർക്ക് വേണ്ടി സംസാരിക്കില്ല. അവിടെ എനിക്ക് ഇപ്പൊ ഞാനിപ്പോ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ ഇപ്പൊ തെറി വിളിച്ചു എന്ന് പറഞ്ഞു വരുമ്പോ എനിക്ക് അവന്റെ അടുത്ത് എടാ ഇത് ഇവരാണ്, നീ അത് ചില്ലാവും പറഞ്ഞ ഇത്രയും നാൾ കൂടെ നിന്നതിന്റെ ഒരു വിഷമം അവർക്കും ഉണ്ടാവും. ഷമീറിന്റെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് അങ്ങനെ ബാഡായെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല എടുക്കുകയുള്ളൂ. ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇവിടെ. അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇന്റൻഷനലി ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാൻ ഒരു താല്പര്യമില്ല. നിങ്ങളുടെ അടുത്താണെങ്കിലും അത് പക്ഷേ ഫ്രണ്ട്ലി ആയിട്ട് പോകത്തില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇതാ. നാളെ പിന്നെ ഫ്രണ്ട്ലി അല്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് ഇങ്ങനെ പറഞ്ഞതല്ലേ ഇന്ന് മാറ്റി പറയണം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാതിരിക്കാനാണ് നമ്മളിത് പറയണേ. അല്ലാതെ നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല. നമുക്ക് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിപ്പം എനിക്ക് ആരാന്നൊന്നും അറിയില്ല, ഞാൻ ആരുടെ പേരും പറയുന്നില്ല. പക്ഷെ അങ്ങനെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാവും. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല അതില്. മനസ്സിലായി. ഇതിപ്പോ വാസവണ്ണൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്കാരും MRC ആണെങ്കിലും ഇപ്പൊ എന്റെ മെമ്പേഴ്സ് വന്ന് പറയുമ്പോ എനിക്ക് അതിനനുസരിച്ച് അവരുടെ കൂടെ നിൽക്കാന്നുള്ളത് എന്റെ ഇത്. അതുപോലെ തന്നെ വാസവണ്ണന്റെ ടീം മെമ്പേഴ്സ് എന്ത് പറയുന്നു അവരുടെ കൂടെ നിൽക്കാന്നുള്ള ആസ് എ ലീഡർ വാസവണ്ണൻ ചെയ്യേണ്ടതും ഞാൻ ചെയ്യേണ്ടതും. അതെ, ആ സമയത്ത് പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കരുത്. പക്ഷെ ഫ്രണ്ട്ലി ആവുകയെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ എന്താ പറയാ, നമ്മള് അങ്ങനെ ഒരു മുൻധാരണ വെച്ച് നമ്മൾ പോകൂല. അതായത് എന്താ ഇവരുമായിട്ട് വള്ളി വലിക്കാം അല്ലെങ്കിൽ വള്ളി ഉണ്ടാക്കാന്നുള്ള നമ്മളൊരു മുൻധാരണ നമുക്കില്ല. അങ്ങനെ ആയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു രീതിയിൽ മാത്രം നിന്നാ മതി. വേറൊരു കാര്യമുണ്ട്, അങ്ങനെ പറ്റൂ. അല്ല ഇപ്പൊ ഷമീറ, ഇപ്പൊ ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ തീരുമാനം എടുക്കുക. നിങ്ങളിപ്പോ തീരുമാനം എടുത്തിട്ട് ഇപ്പൊ ഇവരുമായിട്ട് സിറ്റുവേഷൻ എടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഷമീർ ആണെങ്കിലും മാക്കി ആണെങ്കിലും നിങ്ങൾ മെമ്പേഴ്സിനോട് പറയുവാണ് ഇല്ലടാ അവരുമായിട്ട് സിറ്റുവേഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്കതൊരു പർട്ടിക്കുലർ സമയമാകുമ്പോൾ മടുപ്പാവും. അതെ അതെ, നിങ്ങൾക്ക് അവരാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലും നമ്മുടെ കൂടെ കളിക്കുന്ന ആൾക്കാർക്ക് മടുപ്പാവും. ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ TVക്കകത്ത് ഞാനിത് ഒരു സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വന്ന് പലപ്പോഴും പറയുമ്പോൾ നമ്മൾക്ക് എടാ അവരെ നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് വിടുമ്പോൾ ഇത് പിന്നീട് എൻ്റെ അടുത്ത് പ്ലേയേഴ്സിന് ഗ്രഡ്ജായി തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. അതെനിക്ക് നല്ല തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഞാൻ അതായത് എനിക്ക് നല്ലത് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇതൊരു പർട്ടിക്കുലർ സമയമാകുമ്പോൾ നിങ്ങളുടെ പ്ലേയേഴ്സിനും ആ ഒരു ഇത് വരും, ഒരു എന്താ പറയാ അവര് സിറ്റുവേഷൻ നമ്മളെത്രയും പറഞ്ഞിട്ടും തോന്നും അത് വരണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പറയണത്. സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് അങ്ങ് തീർക്കാം. അതിന് പുറത്തോട്ട് വലിയ വൾഗാരിറ്റി ഒന്നും ആവാത്ത രീതിയിൽ നമുക്ക് നോക്കാം. അതെ അൾട്ടിമേറ്റ്ലി നമ്മളെ ടീമിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനായാലും വാസുവണ്ണനായാലും ഏത് ടീമിന്റെ ലീഡർ ആണെങ്കിലും നമുക്ക് അതേ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളെ ടീമാണ് നമുക്ക് എന്താ പറയാ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്, അവരെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ അവരെ TV അല്ലേ അപ്പൊ പിന്നെ നമ്മള് വള്ളി വലിക്കൂല നമ്മള് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ എന്താണോ ആ സിറ്റുവേഷൻ, അത് ആരെ ഭാഗത്താണോ തെറ്റ്, ഇതെല്ലാം നമ്മൾ സോർട്ട് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യണം. അങ്ങനെ മനസ്സിലായി. എന്റെ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കൺവേർട്ടബിൾ ആണോ ഇത്?
ആ കൺവേർട്ടബിള് അമ്മ ഈ അതൊക്കെ side അറിയില്ല. നോക്ക്, വാസുണ്ണ. എനിക്ക് ഷെയ്ക്കർ തന്നാ ഈ സൈഡ് നോക്ക്, ഈ സൈഡ്. ഓടിച്ചു ഒന്ന് ഓടിച്ചു നോക്കാം. ഓ ഓടിച്ചു നോക്കാം വാ. അയ്യോ ഞാൻ ഫ്യൂൽ അടിച്ചിട്ട് ഞാൻ കേറിയില്ലായിരുന്നു, സോറി. അല്ലല്ല ഫ്യൂൽ കാണിക്കുന്നുണ്ട്. പേരുണ്ടല്ലോ. സൗണ്ട് എങ്ങനെ സൗണ്ട് കൊള്ളാം. സീനല്ലേ? ഓ സ്പീഡ് ഉണ്ട് നല്ല. വൺ വീക്ക് എന്തോ ആയിട്ടുള്ളൂ ഇറക്കിയിട്ട്. ആണല്ലേ? നമ്പർ പ്ലേറ്റ് ഒക്കെ കിങ്. ആ പിന്നല്ല ഇത് ഞാൻ പറഞ്ഞ് ജയിപ്പിച്ചല്ല കേട്ടാ, ഇത് ഞാൻ പറഞ്ഞ് ജയിപ്പിച്ചതല്ല. ഇത് എങ്ങനെയാ ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അതോ ഷോ ആണോ? അങ്ക് ഇത് ഓടിക്കാൻ മാത്രമേ അറിയൂ, എനിക്ക് വേറെ ഇതിന്റെ പരിപാടി ഒന്നും അറിയില്ല. അല്ല ഓടിക്കാനും നമുക്ക് മര്യാദക്ക് അറിയില്ല, അതാ പ്രശ്നം. ഞാൻ പഠിച്ചോണ്ടിരിക്ക ഓടിക്കാൻ. അണ്ണന്റെ വണ്ടി ഒന്ന് ഓടിക്കട്ടെ. ഓ ഷെമീറ ഓടിച്ചു നോക്ക്, അത് വിഷയം വണ്ടിയാ. ഡോർ ഓപ്പണാ. എന്ത് എന്റെ വണ്ടിയുടെ? അത് കുഴപ്പമില്ല, അത് കിടന്നോട്ടെ. കുറച്ച് ഡാമേജ് ഉണ്ടാവും. അയ്യോ അവരെവിടെ? റിപ്പയർ ചെയ്യണം. ലൊക്കേഷൻ 72-52 എന്തോ അല്ലേ? മാറിപ്പോയാ? ആ ഇല്ല അപ്പുറത്ത്. എങ്ങനെ വാറെങ്ങനെ വാറ് 10 സെക്കൻഡ് ചേഞ്ച് ആണോ? അതല്ലേ പെട്ടെന്ന് വന്നേ. ഡബിള് അത് വാസുണ്ണ, ഈ വണ്ടി ഓടിച്ചു നോക്കട്ടെ. അല്ല എടാ ഇത് ഷെമീറിനൊന്ന് ഓടിക്കാൻ കൊടുത്തോട്ടോ. ഷെമീർ ഒരു മിനിറ്റ്. ഇത് ഇപ്പുറത്ത് അവിടെ കേറില്ല, അവിടെ ഇപ്പുറത്താ. ആ F6 അടിച്ച് മാറിക്കാം. F6 അടിച്ച് ഡ്രൈവിംഗ് സീറ്റ്. വേണ്ട അയ്യോ ഇതെന്ത് പറ്റി? വണ്ടിയുടെ അല്ല വീടിന്റെ. ബ്രാവോ വെളിവ് നിക്കുവാണോ? വാസുണ്ടോ? പോയോ? കത്തിയോ? ആ കണ്ണനെ ഒന്ന് പറഞ്ഞിട്ട്. അപ്പുറം വണ്ടിയില്ല, ഇതിനകത്തൊക്കെ ഈ വണ്ടിയുടെ ഈ സൈഡിൽ കയറാൻ ഒരു ചെറിയ ഡിലേ ഉണ്ടാകും. ഷെമീറാണോ വണ്ടി ഓടിക്കുന്നത്? ബ്രാവോ ഇപ്പൊ 2 മിനിറ്റ് ബ്രാവോ 2 മിനിറ്റ്. സൗണ്ട് സീനല്ല. ഇത് ഫ്രണ്ടിലോട്ടൊന്ന് ഓടിച്ചു നോക്കിട്ട് ആക്സിലേറ്റർ ഒന്ന് വിട്ട് നോക്കുക, അന്നേരം അതിന്റെ സൗണ്ട് മനസ്സിലാവും. ആക്സിലേറ്റർ വിടും കുറച്ച് കൊടുത്തിട്ട്, നല്ലപോലെ കൊടുത്തിട്ട് വിടും. ഇതെങ്ങനെ ആക്കിയേ? ഇത് ഈ വണ്ടി ഒത്തിരി പണ്ട് തൊട്ടേ ഈ